ഹായ് ഓൾ. തെക്കേ ഏഷ്യയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 7ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് വളരെ വലിയൊരു അതിർത്തി നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യക്ക് 7 രാജ്യങ്ങളുമായിട്ട് കരാതിർത്തിയും അതേപോലെ 2 രാജ്യങ്ങളുമായിട്ട് സമുദ്രാതിർത്തിയും നമുക്ക് കാണാൻ പറ്റും. 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ് കരാതിർത്തി ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ് എന്നിവയാണ്. ഇനി സമുദ്രാതിർത്തിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീലങ്കയും മാൽദീവ്സുമായിട്ട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇത് രണ്ടും. സമുദ്രാതിർത്തി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. തായ്ലാന്റും ഇന്തോനേഷ്യയൊക്കെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മുടെ അതിർത്തി പങ്കിടുന്നെങ്കിലും പക്ഷെ അത് കുറച്ച് ദൂരെയായിട്ടാണ്. ശ്രീലങ്കയും മാൽദീവ്സുമാണ് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായിട്ട് പൊതുവെ നമ്മൾ കണക്കിലെടുക്കാറ്. ആകെയുള്ള കരാതിർത്തി എത്രയാണെന്ന് വെച്ചാൽ 15,106.7 കിലോമീറ്റർ ആണ്. 7 രാജ്യങ്ങളുമായിട്ട് 15,106.7 കിലോമീറ്റർ അതിർത്തി ഇന്ത്യക്കുണ്ട്. ഇതിൽ ഏറ്റവും നീളം കൂടിയ അതിർത്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് അതിർത്തിയാണ്. ഇത് ഏകദേശം 4,096 കിലോമീറ്ററോളം വരും. ഇനി ഏറ്റവും കുറവ് അതിർത്തി ആരുമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയാണ്. നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയുടെ ഏറ്റവും മുകളിലായിട്ട് അഫ്ഗാനിസ്ഥാൻ അതിർത്തി കാണാൻ പറ്റും. ഏകദേശം 106 കിലോമീറ്റർ ആണ് അഫ്ഗാനിസ്ഥാനുമായുള്ള നമ്മുടെ അതിർത്തി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ബംഗ്ലാദേശ്. ഇനി രണ്ടാമതായിട്ട് ഏറ്റവും നീളം കൂടിയത് ചൈനയുമായിട്ടുള്ള അതിർത്തിയാണ്. മൂന്നാമതായി ഏറ്റവും നീളം കൂടിയ അതിർത്തി എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയാണ്. നമുക്ക് ഓരോ അതിർത്തിയിലേക്കും പോകാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തിയിലേക്ക് പോയിട്ട് അവിടുന്ന് കേരള PSCയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലേക്കാണ്. ഈ അതിർത്തി ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ അതിർത്തിയാണ്. ബംഗ്ലാദേശിനും ചൈനയ്ക്കും ശേഷം ഏറ്റവും നീളം കൂടിയ 3ാമത്തെ അതിർത്തിയാണിത്. ഇതിന് 3,323 കിലോമീറ്റർ നീളമുണ്ട്. 3323 അങ്ങനെ ആലോചിച്ചാൽ മതി. 3,323 കിലോമീറ്റർ അതിർത്തി. ഇനി ഈ അതിർത്തിക്ക് ഒരു പേരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യയെ നമ്മൾ വിഭജിക്കുകയാണ്. മൗണ്ട് ബാറ്റൺ വന്നിട്ട് ഇന്ത്യയെ 2ആയിട്ട് വിഭജിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പൊ ഈ വിഭജിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ അതിർത്തി വരയാൻ പാകിസ്ഥാൻ, ഇന്ത്യ എന്ന പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിനെ അതിർത്തി വരയാൻ വേണ്ടിയിട്ട് കമ്മീഷൻ ചെയ്ത അല്ലെങ്കിൽ ചുമതല ഏൽപ്പിച്ച ആളുടെ പേര് എന്ന് പറയുന്നത് സിറിൽ റാഡ്ക്ലിഫ് എന്നാണ്. സിറിൽ റാഡ്ക്ലിഫ്. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു അതിർത്തി വരച്ച ആളുടെ പേരാണ് സിറിൽ റാഡ്ക്ലിഫ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി അറിയപ്പെടുന്ന പേര് റാഡ്ക്ലിഫ് ലൈൻ അഥവാ റാഡ്ക്ലിഫ് രേഖ എന്നാണ്. ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ റാഡ്ക്ലിഫ് രേഖയിൽ ഉള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് 3 സംസ്ഥാനങ്ങളാണ് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇതല്ലാതെ 2 യൂണിയൻ ടെറിട്ടറീസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ ലഡാക്കുമാണ് അത്. ഇനി ഇതിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് എന്ന് PSC ചോദിക്കാറുണ്ട്. പാകിസ്ഥാന്റെ ബോർഡറിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും വലിയ സംസ്ഥാനം. ഏറ്റവും നീളം കൂടുതൽ അതിർത്തി പങ്കിടുന്നതും രാജസ്ഥാൻ തന്നെ. 2 ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് വരാറ് പൊതുവെ. ഓക്കെ, ഇത് പഠിക്കാൻ പ്രത്യേക നമ്മൾ മനസ്സിൽ ആലോചിച്ച് വെക്കേണ്ട ആവശ്യം ഒന്നും തന്നെ ഇല്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാന് പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുള്ള ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനായിരിക്കും. ഇനി ഇവിടെ കാണുന്ന ഒരു സൈനിക രേഖ നമുക്ക് കാണാൻ പറ്റും. അതായത് പാകിസ്ഥാൻ അധിനിവേശം ചെയ്തപ്പോൾ 1948 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ സമയത്ത് അധിനിവേശം ചെയ്തിട്ട് കാശ്മീരിന്റെ ഒരു വലിയൊരു ഭാഗം പാകിസ്ഥാൻ അധിനിവേശം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്ന് ഇന്ത്യൻ സോൾജേഴ്സ് ചെന്ന് ഈ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിന്റെ കുറച്ച് ഭാഗം തിരിച്ചു പിടിച്ചതിന് ശേഷം ഒരു സൈനിക രേഖ വരച്ചതായിട്ട്, ഒരു മിലിറ്ററി ലൈൻ വരച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ പേരാണ് ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖ. ഇനി പാകിസ്ഥാനുമായിട്ടുള്ള അടുത്ത ചോദ്യം. സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങളാണല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്ത്യക്ക് ഒരുവിധം എല്ലാ അയൽ രാജ്യങ്ങളുമായിട്ടും അതിർത്തി പ്രശ്നങ്ങളുണ്ട്. അങ്ങ് സമുദ്രത്തിൽ കിടക്കുന്ന ശ്രീലങ്കയായിട്ട് പോലും നമുക്ക് അതിർത്തി പ്രശ്നമുള്ളതായിട്ട് കാണാൻ പറ്റും. ഇനി പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി പ്രശ്നം നിലനിൽക്കുന്ന പ്രദേശങ്ങൾ അഥവാ തർക്കഭൂമികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരാണ് അഥവാ POK ആണ്, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ. ഇതല്ലാതെ ഗുജറാത്തിൽ മറ്റൊരു സ്ഥലവും കൂടി കാണാൻ പറ്റും. ഇതിന്റെ പേരാണ് സർ ക്രീക്ക്.
അപ്പൊ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഇത്രയും ചോദ്യങ്ങളാണ് കേരള PSC പൊതുവെ ചോദിക്കുന്നത്. ഇനി നമുക്ക് ചൈന അതിർത്തിയിലേക്ക് പോവാം. ഇന്തോ ചൈന അതിർത്തി. ഇന്ത്യ ചൈന അതിർത്തി എന്ന് പറയുന്നത് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ അതിർത്തിയാണ്. ബംഗ്ലാദേശിന് ശേഷം ഇന്ത്യ ചൈന അതിർത്തിയാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ അതിർത്തി. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 3488 കിലോമീറ്റർ ആണ്. ഇനി ഈ അതിർത്തിക്ക് ഒരു പേരുണ്ട്. നമ്മൾ പാകിസ്ഥാൻ അതിർത്തിയെ റാറ്റ്ക്ലിഫ് രേഖ എന്ന് വിളിച്ചതുപോലെ ഇന്ത്യ ചൈന അതിർത്തിയെ വിളിക്കുന്ന പേരാണ് മക്മോഹൻ ലൈൻ. മക്മോഹൻ രേഖ എന്നാണ് വിളിക്കുന്നത്. ഇതും ബോർഡർ കമ്മീഷൻ ചെയർ ചെയ്ത ആളുടെ പേരാണ് മക്മോഹൻ. ഹെൻറി മക്മോഹൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇനി സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 സംസ്ഥാനങ്ങൾ കാണാൻ പറ്റും. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അതുപോലെ അരുണാചൽ പ്രദേശ്. 4 സംസ്ഥാനങ്ങളാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി ഒരു കേന്ദ്രഭരണ പ്രദേശം, ഒരു യൂണിയൻ ടെറിട്ടറി കൂടി ഇതുമായി അതിർത്തി പങ്കിടുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലഡാക്കാണ്. ലഡാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ചൈനയായിട്ടും പാകിസ്ഥാനുമായിട്ടും അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. കേരള PSC ഇതുവരെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ 2020 19-20 കാലഘട്ടത്തിലാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സംസ്ഥാന പദവി പോയത്. ഇതൊരു യൂണിയൻ ടെറിട്ടറി ആയത്. അതിനുശേഷം കേരള PSC ചോദിച്ച നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷെ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മനസ്സിലായി? ഇനി ചൈനയായിട്ട് നമുക്ക് എന്തുണ്ട്? തീർച്ചയായും തർക്കഭൂമിയുണ്ട്. ചൈനയായിട്ടുള്ള തർക്കഭൂമി എന്ന് പറയുന്നത് വീണ്ടും 2 തർക്കഭൂമിയാണ് ചൈനയായിട്ടുള്ളത്. ചൈന അധിനിവേശം ചെയ്ത പ്രദേശമാണ് 1960കളിൽ ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് അധിനിവേശം ചെയ്ത ജമ്മു ആൻഡ് കാശ്മീരിന്റെ മറ്റൊരു തല, നേരെ കിഴക്ക് വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മറ്റൊരു തല, അതിന്റെ പേരാണ് അക്സൈ ചിൻ. ഇതാണ് ആദ്യത്തെ തർക്കഭൂമി. രണ്ടാമത്തെ തർക്കഭൂമി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ പ്രദേശാണ്. ചൈന അത് അവരുടെ പ്രദേശമാണെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു ടെറിട്ടറിയാണ്. അപ്പൊ ഇത്രയാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും കൂടി ചോദിക്കും. മ്യാൻമാറും ചൈന അതിർത്തിയും രണ്ടും ചേർത്ത ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് വരാറുണ്ട്. അതായത് ഇന്ത്യ, മ്യാൻമാർ, അതുപോലെ ചൈന 3 രാജ്യങ്ങളുടെ അതിർത്തി സംഗമിക്കുന്ന ഒരു പർവ്വതം നമുക്ക് ഈ പറഞ്ഞ അരുണാചൽ പ്രദേശിന്റെ അങ്ങേ കിഴക്കേ വശത്തായിട്ട് കാണാൻ പറ്റും. ഇതിന്റെ പേരെന്താണെന്ന് ചോദിക്കുക. ഹക്കാബോ റാസി എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഇന്ത്യ, ചൈന, അതുപോലെ മ്യാൻമാർ എന്നീ രാജ്യങ്ങളുടെ 3 അതിർത്തികൾ സംഗമിക്കുന്ന പർവ്വതത്തിന്റെ പേരാണ് ഹക്കാബോ റാസി. ഇത്രയാണ് ചൈനയുടെ അതിർത്തിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കേരള PSC ചോദ്യങ്ങൾ. ഇനി നമുക്ക് നേപ്പാൾ അതിർത്തിയിലേക്ക് പോകാം. 3 വശവും ഇന്ത്യയിൽ ചുറ്റപ്പെട്ട, ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതുപോലെ നമുക്ക് കാണാൻ പറ്റും അല്ലെ നേപ്പാൾ. അപ്പൊ 3 വശവും ഇന്ത്യയിൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് നേപ്പാൾ. ഈ അതിർത്തിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആദ്യം നമുക്ക് സംസ്ഥാനങ്ങൾ നോക്കാം. ഉത്തരാഖണ്ഡ്, അതുപോലെ ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്കാണ് നേപ്പാളുമായിട്ട് ബോർഡർ ഉള്ളത്. പശ്ചിമ ബംഗാൾ എപ്പോഴും നമ്മൾ വിട്ടുപോകാറുണ്ട്. വെസ്റ്റ് ബംഗാൾ ഒരു ചെറിയൊരു അതിർത്തി നിങ്ങൾക്ക് അത് അവിടെയായിട്ട് കാണാൻ പറ്റും അല്ലെ. അപ്പോൾ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിനും നേപ്പാളിന് അതിർത്തിയുണ്ട്. പണ്ട് ഗൂർഖാസ് ഒക്കെ ഈ ഒരു അതിർത്തി വഴിയാണ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ സ്ഥലം ഗൂർഖ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംസ്ഥാനമാക്കണം എന്നൊക്കെ പറഞ്ഞ പണ്ട് അവർ സമരമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നേപ്പാളുമായിട്ടും നമുക്ക് തർക്കഭൂമിയുണ്ട്. നേപ്പാളുമായിട്ടുള്ള തർക്കഭൂമി എന്ന് പറയുന്നത് കാലാപാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. കാലാപാനി നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ കാലാപാനി നമ്മൾ മലയാള സിനിമയൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ല, ഇത് നേപ്പാൾ അതിർത്തിയിലെ മറ്റൊരു സ്ഥലമാണ് കാലാപാനി. ഇവിടുന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി കൂടിയുണ്ട്. ഇത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ, അതായത് ഈ നദിയുടെ പടിഞ്ഞാറ് വശം ഇന്ത്യയും കിഴക്ക് വശം നേപ്പാളുമാണ്. അപ്പൊ ഇത്രയാണ് നേപ്പാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി അടുത്തത് ഭൂട്ടാൻ അതിർത്തിയാണ്. നമുക്ക് ഇന്ത്യയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ചെറിയൊരു രാജ്യം കാണും. നമുക്ക് കരാതിർത്തിയിലെ ഏറ്റവും ചെറിയ അയൽരാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത്. കരാതിർത്തിയിലെ ഏറ്റവും ചെറിയ അയൽരാജ്യം. അതേസമയം ഏറ്റവും ചെറിയ അയൽരാജ്യം എന്ന് പറയുന്നത് സമുദ്രത്തിലായിട്ടാണ് മാൽദീവ്സ് ആണ്. മാലിദ്വീപാണ് ഏറ്റവും ചെറിയ അയൽരാജ്യം. ഈ 2 ചോദ്യങ്ങളും എപ്പോഴും PSC വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. ഇനി ഭൂട്ടാനുമായിട്ട് നമുക്ക് ഏകദേശം ഒരു 699 കിലോമീറ്റർ അതിർത്തിയുണ്ട്. ഇത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ അതിർത്തിയാണ്. ആദ്യത്തെ അതിർത്തി ഏതാണ്? ഏറ്റവും ചെറുത് അഫ്ഗാനിസ്ഥാനാണെന്ന് നമ്മൾ പഠിച്ചു, 106 കിലോമീറ്റർ. ഇത് 699 കിലോമീറ്റർ, രണ്ടാമത്തെ ഏറ്റവും നീളം കുറഞ്ഞ അതിർത്തിയാണ്. ഇപ്പൊ ഭൂട്ടാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിം, അതുപോലെ
വെസ്റ്റ് ബംഗാൾ അതിർത്തിയുടെ മറന്നുപോരുത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗം നോർത്ത് ഈസ്റ്റിലായിട്ട് കാണാൻ പറ്റും. ആ ഭാഗത്തിലാണ് ഡാർജിലിംഗ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇനി ആസാമുമായിട്ട് അതിർത്തിയുണ്ട്, അരുണാചൽ പ്രദേശുമായിട്ട് അതിർത്തിയുണ്ട്. അങ്ങനെ 4 സംസ്ഥാനങ്ങളുമായിട്ട് ഭൂട്ടാന് അതിർത്തിയുണ്ട്. ഇനി ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിലേക്ക് പോകാം. സോ ഈ ഒരു അതിർത്തിയിൽ നമുക്ക് 4 സംസ്ഥാനങ്ങൾ കാണാൻ പറ്റും. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊരു കോഡ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അരുണാചൽ പ്രദേശിന്റെ അരു അല്ലെ, അരു, അതുപോലെ നാഗാലാൻഡിന്റെ നായും, അതുപോലെ മണിപ്പൂരിന്റെ മായും, മിസോറാമിന്റെ മീയും, അരുണമാവി എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിഴക്കുള്ള ആ ഒരു സംസ്ഥാനങ്ങളുടെ ആ ഒരു ഓർഡറും വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഓർഡറും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും സംസ്ഥാനങ്ങൾക്കാണ് മ്യാൻമറുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. ഇനി ഇവിടെയായിട്ട് നമുക്കൊരു വലിയൊരു പർവ്വതനിര കാണാൻ പറ്റും. കിഴക്കൻ ഹിമാലയത്തിന്റെ കിഴക്ക് ഭാഗമാണ് കിഴക്കൻ ഹിമാലയം അഥവാ പൂർവാഞ്ചൽ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. തൊട്ടടുത്തായിട്ട് മ്യാൻമാറിലും ഒരു പർവ്വതനിര കാണാൻ പറ്റും. ഇതിന് സമാന്തരമായിട്ട്, പൂർവാഞ്ചലിന് സമാന്തരമായിട്ട് കാണുന്ന ഈ പർവ്വതനിരക്കാണ് അരക്കൻ യോമ എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഇന്ത്യയിലല്ലാത്തൊരു പർവ്വതനിരയാണ് അരക്കൻ യോമ. മ്യാൻമാറിലായിട്ടാണത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നാഗാലാൻഡിന്റെ ഈ ഒരു ചെറിയൊരു അതിർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഏറ്റവും ചെറിയ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 215 കിലോമീറ്റർ ഒക്കെ വരും. ഇനി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം അത് വെസ്റ്റ് ബംഗാളാണ്, അതായത് പശ്ചിമ ബംഗാളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മ്യാൻമാർ അതിർത്തിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇനി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി. ഇന്ത്യക്ക് ഒരു രാജ്യമായിട്ട് ഏറ്റവും നീളം കൂടിയ അതിർത്തി ഉള്ളത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏകദേശം 4096.7 കിലോമീറ്റർ അതിർത്തിയാണ് നമുക്ക് ബംഗ്ലാദേശുമായിട്ട് ഉള്ളത്. ഏറ്റവും നീളം കൂടിയ അതിർത്തി ഈ ബംഗ്ലാദേശുമായിട്ടാണ്. ഇനി സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ പശ്ചിമ ബംഗാൾ, അതുപോലെ ആസാം, മേഘാലയ, അതുപോലെ മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ്. ഇനി ത്രിപുരക്ക് ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, ത്രിപുരയുടെ പ്രത്യേകത എന്താ? ത്രിപുര 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അത് ആലോചിച്ച് വെക്കാൻ വളരെ സിമ്പിൾ ആണ്. നോർത്ത് ഈസ്റ്റിലെ ഒരു സംസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അത് ആലോചിച്ച് വെക്കാൻ ആ പേര് ആലോചിച്ചാൽ മതി. ത്രിപുര, 3 സൈഡ്, 3 സൈഡ്, ത്രിപുരയുടെ 3 സൈഡ് ആരാണ്? ബംഗ്ലാദേശ് ആണെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ആലോചിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് സംസ്ഥാനങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സങ്കീർണമായ ഒരു അതിർത്തിയാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങളും മറ്റും നടക്കുന്ന അതിർത്തിയാണ്. ഈ ഇടയായിട്ട് നമ്മുടെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഈ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന ഒരു 8.3 കിലോമീറ്റർ അതിർത്തി കുറ്റകൃത്യ വിമുക്ത മേഖലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ആർമിയുമായിട്ട് ചേർന്ന് സംയുക്തമായിട്ട്. ഇനി ഈ അതിർത്തിയിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കാണാൻ പറ്റും. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള ഒരു മാർക്കറ്റാണ്. എന്താണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത? ഈ മാർക്കറ്റിൽ ഇന്ത്യക്കാരായിട്ടുള്ള ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗ്ലാദേശിലായി സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങാം, വിൽക്കാം. ഇനി ബംഗ്ലാദേശികൾക്ക് ഇന്ത്യയുടെ ടെറിട്ടറിയിലുള്ള ഈ മാർക്കറ്റുകളിൽ ഒരു റെഗുലേഷൻസോ ഒന്നും തന്നെ ഇല്ലാതെ സാധനങ്ങൾ വാങ്ങാം, വിൽക്കാം. അങ്ങനെ ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിന്റെ പേരാണ് ബോർഡർ ഹാത്ത് എന്നാണ് ഈ പറഞ്ഞ അതിർത്തിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങളുടെ സംയുക്ത ഒരു ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ സംയുക്തപരമായിട്ട് നടത്തുന്ന ഈ ഒരു മാർക്കറ്റിന്റെ പേര്. ഇതിന്റെ എല്ലാ സെക്യൂരിറ്റിയും നമ്മുടെ BSFും ബംഗ്ലാദേശി ആർമിയും കൊടുക്കും. ഓക്കെ, ഇനി വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡർ ഹാത്ത് 2 രാജ്യങ്ങളിൽ തമ്മിലുള്ള അതിർത്തിയാണല്ലേ, 2 രാജ്യങ്ങളിൽ 2 കറൻസി ആയിരിക്കില്ലേ. ഈ ബോർഡർ ഹാത്സിൽ ഇപ്പോഴും പണ്ടുള്ള ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബംഗ്ലാദേശ് അതിർത്തി കഴിഞ്ഞു. ഇനി നമുക്ക് 2 രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയുണ്ട്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് മാൽദീവ്സ് ആണ്. ആദ്യം നമുക്ക് ശ്രീലങ്ക സമുദ്രാതിർത്തിയിലേക്ക് പോകാം. ഇന്ത്യ ശ്രീലങ്ക സമുദ്രാതിർത്തിയിൽ നമുക്കൊരു കടലിടുക്ക് കാണാൻ പറ്റും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക്. ഈ കടലിടുക്കിന്റെ പേരാണ് പാക് കടലിടുക്ക്. പാക് കടലിടുക്കാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇനി ഈ കടലിടുക്കിലായിട്ട് നമുക്ക് ഇന്ത്യയിലെ ഒരു ദ്വീപും കാണാൻ പറ്റും. ഇന്ത്യയുടെ ദ്വീപാണ്. നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൂടിയാണ്. ഇതാണ് രാമേശ്വരം ദ്വീപ്. ദ്വീപല്ലേ, നമ്മൾ എങ്ങനെ പോകും?
നമുക്കൊരു പാലം അവിടെ ബ്രിട്ടീഷുകാർ പണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഈ പാലം ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട്. ഈ പാലത്തിന്റെ പേരാണ്, അതിമനോഹരമായിട്ടുള്ള ഈ പാലത്തിന്റെ പേരാണ് പാമ്പൻ പാലം. പാമ്പൻ പാലത്തിലൂടെ വേണം രാമേശ്വരത്തേക്ക് പോകാൻ. ഇനി നമുക്ക് പാമ്പൻ പാലത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് വലതുഭാഗത്തായിട്ട് ഒരു ഉൾക്കടലും കാണാൻ പറ്റും. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾക്കടൽ. വളരെയധികം ജൈവ വൈവിധ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണിത്. യുനെസ്കോ ബയോഡൈവേഴ്സിറ്റി ബയോസ്ഫിയർ റിസർവ് കൂടിയാണ് ഈ പറഞ്ഞ നമ്മുടെ ഗൾഫ് ഓഫ് മാന്നാർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. മാന്നാർ ഉൾക്കടൽ. ഇത്രയാണ് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമുദ്രാതിർത്തിയിലെ വിശേഷങ്ങൾ. തീർച്ചയായും ശ്രീലങ്കയുമായിട്ട് എന്തുണ്ട്? നമുക്ക് എന്തുണ്ട്? തർക്കഭൂമിയുണ്ട്. അയൽ രാജ്യങ്ങളാകുമ്പോൾ അതിർത്തി പ്രശ്നം കാണും. ശ്രീലങ്കയായിട്ടുള്ള തർക്കഭൂമി എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ഈ ദ്വീപിന്റെ പേരാണ് കച്ചത്തീവ് ദ്വീപ്. കച്ചത്തീവ് ദ്വീപ്. ഇനി നമുക്ക് മാൽദീവ്സ് അതിർത്തിയിലേക്ക് പോകാം. ഏറ്റവും അവസാനത്തെ സമുദ്രാതിർത്തിയിലെ നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാൽദീവ്സ്. മാലിദ്വീപ് എന്നറിയപ്പെടുന്ന മാൽദീവ്സ്. ഇനി ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാണെന്ന് കേരള PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതാണ് 8 ഡിഗ്രി ചാനൽ. തൊട്ടടുത്തുള്ള പ്രദേശമാണ്. കന്യാകുമാരിയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയൊക്കെ നിങ്ങൾക്കറിയാം 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ കടന്നു പോകുന്ന ചാനൽ എന്ന് പറയുന്നത് 8 ഡിഗ്രി ചാനലാണ്. അപ്പൊ ഇത്രയാണ് മാലിദ്വീപിന്റെ വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ എല്ലാ അതിർത്തിയും കണ്ടല്ലോ. ഇനി കേരള PSC അതിർത്തിയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് തെറ്റിക്കരുത്. കൃത്യമായിട്ട് ഈ രീതിയിൽ തന്നെ നേരിടുക. താങ്ക് യു സോ മച്ച്.